എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പുതിയ പ്രഭാതത്തിൽ യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം നമ്മുടെ ധ്യാനത്തിനായി വായിക്കട്ടെ. യാക്കോബ് 4:6. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ചയാണ് നാം പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രഭാതം. യാക്കോബ് അപ്പോസ്തലൻ പൊതുവായ ഉപദേശങ്ങൾ സഭയ്ക്ക് നൽകുന്നു. വിനയമുള്ള ഹൃദയമുള്ളവരായിരിപ്പീർ എന്നതാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ ഒരു തലക്കെട്ടായി എടുക്കാവുന്നത്. വിനയമുള്ള ധാരാളം മനുഷ്യരെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. കർത്താവ് പ്രവർത്തിക്കുന്നത് വിനയമുള്ള ദൈവമക്കൾക്ക് വേണ്ടിയാണ്. നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു. ദൈവം എതിർത്ത് നിന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ദൈവത്തെ എതിർഭാഗത്ത് നിർത്തിക്കൊണ്ട് തനിയെ വിജയിക്കാൻ നമുക്ക് സാധിക്കില്ല. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ദൈവം ഉന്നതനും ശാശ്വതവാസിയും ഉയരങ്ങളിൽ വസിക്കുന്നവനുമാണ്. എന്നാൽ മനോവിനയമുള്ളവരുടെ ഹൃദയത്തിലും അവൻ വസിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടിയത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണമെന്ന് പത്രോസ് എഴുതിയ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. നമ്മൾ വായിച്ച് പരിചയപ്പെട്ട ശതാധിപൻ്റെ ഹൃദയം വിനയമുള്ള ഹൃദയമായിരുന്നു എന്നതിന് തെളിവുണ്ട്. അവൻ തന്നെക്കുറിച്ച് തന്നെ ഒന്നും പറയുന്നില്ല. അവനെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറയുന്നു. ഒരു പള്ളി തീർത്തു കൊടുത്തത് ഇന്നത്തെ ഒരു ആധുനിക വിശ്വാസി ആയിരുന്നെങ്കിൽ എത്ര പേരോട് എത്ര കാലം അത് പറഞ്ഞു നടക്കുമായിരുന്നു. ഇന്നത്തെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ലൈക്ക് കിട്ടേണ്ടതിനായി ഒരുപാട് പരിശ്രമം നടത്തുമായിരുന്നു. എന്നാൽ ഒരു പള്ളി സ്വന്തം ചെലവിൽ തീർത്തു കൊടുത്തിട്ടും ഈ മനുഷ്യന് സ്വയം പ്രശംസയൊന്നുമില്ല. യഹൂദന്മാരാണ് കർത്താവിനോട് ആ ഒരു കാര്യം പറയുന്നത്. അവൻ കർത്താവിൻ്റെ അടുത്ത് പോയില്ല എന്നതും ശ്രദ്ധേയമാണ്. നമ്മളാണ് ഒരു പള്ളി തീർത്ത് കൊടുത്തിരുന്നതെങ്കിൽ നിശ്ചയമായും അതിൻ്റെ പേരിൽ പോകുമായിരുന്നു. എന്നാൽ അവൻ പോയില്ല. കാരണം കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ താൻ യോഗ്യനല്ല എന്ന ചിന്ത അവനിൽ ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ അവൻ യോഗ്യനെന്ന് പറയുമ്പോഴും അവൻ്റെ ഉള്ളത്തിൽ, കർത്താവേ, നിൻ്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൻ ആളിനെ അയച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. വീട് മോശമായതുകൊണ്ടാണോ അങ്ങനെ അവൻ പറയുന്നത്? ഒരു പള്ളി പണിയിക്കാൻ ശേഷിയുള്ള മനുഷ്യൻ്റെ വീട് മോശമാകാൻ സാധ്യതയില്ല. എന്നാൽ അവൻ്റെ ഹൃദയം കർത്താവിന് മുൻപിൽ ഒരുപാട് വിനയപ്പെട്ടു. കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടിട്ടില്ല. ഒരു യഹൂദേതരനായ മനുഷ്യൻ ഇത്രമാത്രം വിനയമുള്ളവനായി ദൈവസന്നിധിയിൽ കാണപ്പെടുന്നു. ദൈവം അവൻ്റെ വിനയത്തെയും വിശ്വാസത്തെയും ശ്ലാഘിക്കുകയും ചെയ്യുന്നു. താണവരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിനെ താഴ്ചയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു വരുന്ന ദൈവമുണ്ട്. ആട്ടിൻ്റെ ഒഴുത്തിൽ
ആടുകളുടെ ഇടയിൽ നിന്ന് ദൈവം ഒരുവനെ ഇസ്രായേലിൻ്റെ പ്രഭുവായി എഴുന്നേൽപ്പിച്ചു. എപ്പോഴും വിനയമുള്ളവരെ ആദരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവെ, വിനയമുള്ള ഒരു സ്വഭാവം എനിക്ക് തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നമ്മൾ നിൽക്കുന്നു എന്നത് ഒരു തോന്നലാണ്, നിന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് വലിയ ഉന്നത ഭാവമാണ്. ഞാൻ എന്തൊക്കെയോ ആയി, നിന്നു, സുരക്ഷിതനാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നിടത്താണ് വൻ വീഴ്ചകളിലേക്ക് പോകേണ്ടി വരുന്നത്. നമുക്ക് അനുഗ്രഹം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഹൃദയത്തിൽ നിഗളം തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും നാം പരീശനെ പോലെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, പിടിച്ചുപറിക്കാർ, വ്യഭിചാരികൾ, ഇങ്ങനെയുള്ളവരെ പോലെ അല്ലായകയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പരീശൻ്റെ പ്രാർത്ഥനയാണ്. തിരുവചനം പറയുന്നു, അവൻ വന്നതുപോലെ തിരിച്ചുപോയി. എന്നാൽ അകത്തുപോലും കയറുവാൻ മനസ്സില്ലാതെ മാറത്തടിച്ച് സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ച ആ മനുഷ്യന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു. ഒരു കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകൾ രോഗിയാണ്, നീ വന്ന് അവൾക്ക് സൗഖ്യം കൊടുക്കണം. ഉടനെ കർത്താവ് പറഞ്ഞു, മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾ കൊടുക്കാറില്ല. ആ വാക്ക് നമ്മളായിരുന്നു കേട്ടിരുന്നതെങ്കിൽ ആ സമയം കർത്താവിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമായിരുന്നു. കാരണം നേരിട്ടല്ലെങ്കിലും കർത്താവ് അവളെ നായ് എന്ന് വിളിക്കുകയായിരുന്നു എന്നതാണ് ആദ്യത്തെ ചിന്ത. എന്നിട്ടും ആ സ്ത്രീ അവിടെ നിന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് അത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണല്ലോ. അവൾ പറഞ്ഞതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അവളും കർത്താവും നായ എന്നതിന് പ്രയോഗിച്ച പദം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നായ്ക്കുട്ടികൾ എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഡോഗ്സ് എന്നാണ് അർത്ഥം. അവൾ ഉപയോഗിച്ചിരിക്കുന്ന പദം തെരുവ് നായ എന്നുള്ളതാണ്. കർത്താവേ, നീ എന്നെ വളർത്തുനായ എന്നല്ലേ പറഞ്ഞത്? ഞാനൊരു തെരുവ് നായാണ്. അവൾ കുറച്ചും കൂടെ താഴേക്ക് വരുന്നു. മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് മാത്രം മതി എനിക്ക്. അതിന് കർത്താവ് പറഞ്ഞത്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഭവനത്തിലിരുന്ന അവളുടെ മകൾക്ക് ആ നിമിഷം സൗഖ്യം വന്നു. അതുകൊണ്ട് ഹൃദയം തകരുമ്പോൾ, നമ്മുടെ കണ്ണുകൾ നിറയുമ്പോൾ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ മുട്ടുകൾ മടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയവനായ ഒരു ദൈവമുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ശതാധിപൻ പറഞ്ഞയച്ച ദാസന്മാർ മടങ്ങി വന്നപ്പോൾ അവർ ബാല്യക്കാരനെ സൗഖ്യത്തോടെ കണ്ടു. ദൈവത്തിന് മുഖപക്ഷമില്ല. യഹൂദനോ യവനനോ റോമാക്കാരനോ എന്ന വ്യത്യാസം കർത്താവിനില്ല. വിശ്വസിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, വിനയമുള്ള ഹൃദയത്തെ ആദരിക്കുന്ന, മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. എല്ലാവരും നമ്മെ കൈവിടുമ്പോൾ നമ്മെ കൈവിടാത്തവനായി നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവൻ നമ്മുടെ കർത്താവും ദൈവവുമാണ്. വിനയത്തോടെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ചില ഭാവങ്ങൾ, പൊങ്ങച്ച ശീലങ്ങൾ, അതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് വിനയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ
വിനയമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ മുൻപാകെ, ദൈവ മുൻപാകെ ഏറ്റവും വിനയത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വരാമായിരിക്കുന്ന ആപത്ത് അനർത്ഥങ്ങൾ വിടുവിച്ചുകൊള്ളണമേ. ധാരാളം പ്രയാസങ്ങളും സങ്കടങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ ശതാധിപനെ പോലെ സമാധാനത്തോടെ കാര്യം സാധിക്കപ്പെട്ടവരായി ജീവിപ്പാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. കൈവിടാത്തവനായി കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കരുണയുടെ, നന്മയുടെ ഒരു പുതിയ വർഷം ദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും കൃപയും ആലോചനയും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.